ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് ആരോപിച്ച് 1-2 പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെന്ന്. സാർ, എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അവരെ കാണുന്ന അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം. കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്ത ആ സമിതി ഉണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ടത് കോളേജുകളുടെ അവസ്ഥ എന്താ? സിലബസ് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് കൊടുക്കുമോ? ഇല്ല. പരീക്ഷ നിങ്ങൾ സമയത്ത് നടത്തുമോ? ഇല്ല. ഇനി പരീക്ഷ സമയത്ത് നടത്താത്തതുകൊണ്ട് കൃത്യമായി മൂല്യനിർണ്ണയം നടത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് കാരണം കുട്ടികളുടെ വർഷം നഷ്ടമാകുന്നുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസം പഠിക്കുവാനായി വിദേശത്തേക്ക് പോകേണ്ടി വന്ന കുട്ടികളോട് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ എന്തിനെ മുടക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു ചുവന്ന കൊടി ഉണ്ടല്ലോ, നാട്ടിൽ ഏത് നല്ല കാര്യം വന്നാലും മുടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ചുവന്ന കൊടി. നീ ആരാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. ആ കൊടി ഉപയോഗിച്ചുകൊണ്ട് മുടക്കിയത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ 10 വർഷക്കാലമാണ് സാർ. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയല്ലേ? എന്തിനാണ് സാർ ഇപ്പൊ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴെങ്കിലും ലളിതമായി പറഞ്ഞു തരൂ സാർ, എന്തിനാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ സ്വകാര്യ സർവകലാശാലകളെ എതിർത്തത്? എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഇപ്പോ ഏതൊരു ഉത്സവ പറമ്പ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഉടനെ പാടുന്നുണ്ടല്ലോ, പുഷ്പനെ അറിയാമോ? ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? നിങ്ങൾക്ക് പോലും അറിയാത്ത, നിങ്ങൾ പോലും മറന്നുപോയ പുഷ്പനെ ഈ നാട്ടുകാരെങ്ങനെയാണ് സാർ അറിയുന്നത്? ഇവിടുത്തെ കുട്ടികൾ UK-യിലേക്ക്, കാനഡയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ആ ബാധ്യതയുടെ ഉത്തരവാദികൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസ ക്രമം കാരണമാണ് അവർക്ക് അവിടെ പോകേണ്ടി വന്നത്. എന്റെ പൊന്ന് സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഗവേഷണ കേന്ദ്രമാക്കുവാനായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഭൂമി അടക്കം വെറുതെ ആവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു സ്വകാര്യ സർവകലാശാല ആരംഭിക്കാം. വേണമെങ്കിൽ ആ സ്വകാര്യ സർവകലാശാലയ്ക്ക് സഖാവ് പുഷ്പനെ അറിയാമോ മെമ്മോറിയൽ സ്വകാര്യ സർവകലാശാല എന്ന് പേരും കൊടുക്കാം. അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നു. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിപ്പിച്ചോ. ബോംബ് നിർമ്മാണം പഠിപ്പിക്കാം, ഡൈനാമൈറ്റിന്റെ ഉപയോഗത്തെ പറ്റി പഠിപ്പിക്കാം, പിച്ചാത്തി നിർമ്മാണത്തെ പറ്റി പഠിപ്പിക്കാം. അയ്യോ, കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.